നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞാൻ ഇഷാദ് കല്ലിങ്ങൽ. അപ്പോ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ കല്ലിങ്ങൽ എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് കല്ലിങ്ങൽ നേർച്ച 4-5 തീയതികളിൽ. ഇത് എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യാണ് ഈ പരിപാടിയിലേക്ക്. അല്ലെ, ഇലക്ഷനൊക്കെ ചൂട് പിടിച്ചെടുക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഞങ്ങള് രാഷ്ട്രീയമൊക്കെ മറന്ന് അല്ലെ, ജാതി മത ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിക്കുന്ന ഒരു സംഘമാണ് ഈ ഒരു പരിപാടി കല്ലിങ്ങൽ നേർച്ച എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലിപ്പോ എല്ലാവരും കുടുംബക്കാരൊക്കെ വീട്ടിലൊക്കെ വന്നിട്ട് ഒത്തുകൂടി ഇന്ന് 2 ദിവസം അടിച്ച് പൊളിക്കുന്ന ഒരു സംഭവമാണ് പരിപാടിയാണ്. അല്ല ശേവാ, എന്തിനാ ചെങ്ങായി നമ്മളെ നാട്ടിലൊരു ഉത്സവമായ നീർച്ച. അതായത് എല്ലാ വർഷവും ഞാൻ ഈ ജനുവരിയിൽ വരാറ്. ജനുവരി ഫെബ്രുവരിയിലാണ് സാധാരണ നടക്കാറ്. പക്ഷെ ഇപ്രാവശ്യം കുറച്ച് ലേറ്റ് ആയിരുന്നു, നോമ്പ് റംസാനൊക്കെ ആയതുകൊണ്ട്. ഈജൊക്കെ സ്ഥിരമായിട്ട് ആനപ്പുറത്ത് തരണല്ലേ നീർച്ച പറഞ്ഞാൽ തന്നെ. ആനന്റെ അടുത്തേക്ക് പോകുമ്പോ തന്നെ ആനപ്പുറത്ത് കയറുന്നു. അതെ, ഞാനും തന്നെയാണ് നീർച്ചക്കായിട്ടാണ് ലീവിന് വരില്ല. എത്ര ആൾക്കാർ അതിനായിട്ട് ലീവ് എടുത്തല്ലേ നാട്ടിലെ നീർച്ച എല്ലാവരും ഒരുമിച്ച് ഭയങ്കര ആൾക്കാര് നീർച്ചക്ക് വരാൻ വേണ്ടിട്ട് ലീവ് എടുത്ത് വന്ന്. പക്ഷെ എന്താ അറിയോ, പറ്റില്ല. അല്ല, നോമ്പും കാര്യങ്ങളും വന്ന് പിന്നെന്തോ വിഷയങ്ങളൊക്കെ വന്നപ്പോ മാറ്റി ഇപ്പൊ മാറ്റിയിട്ട് ഇപ്പൊ ഇലക്ഷന് കുറച്ച് മുന്നായിട്ടാ വെച്ചിട്ടില്ലേ, 4-5 തീയതികളിൽ. കഴിഞ്ഞിട്ടല്ലേ പോണല്ലോ. എല്ലാത്തൊരു സംഭവം തന്നെ അല്ലേ. ഷാഫിയാക്ക പിന്നെ ഷാഫിയാക്ക ഇതിന്റെ മുന്നിലുണ്ട് ആ കൊടി അല്ലെ. കൊടിയുടെ മുന്നിൽ ഞാൻ എത്രയോ വർഷമായിട്ട് കാണുന്നതാണ്. ഇപ്പോഴും നമ്മളൊരു കാലത്ത് വരെ നമ്മള് കൊണ്ടുവരുന്നതാണ്. ചെറിയ കൊടി വരല്ല, ചെറിയ കൊടി കയറിയപ്പോഴും ഷാഫിയാക്ക മുന്നിൽ. നമ്മള് തറവാട്ടൊക്കെ സ്വത്താണ്. നമ്മള് ഒപ്പം പോക്ക്, നമ്മളെ കൊടി പിന്നാലെ പിടിക്കലും ഇതാക്കലും ഒക്കെ നമ്മള് തറവാട്ടൊക്കെ സ്വത്താണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് നിക്കണത്. എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കാണുന്നുണ്ട്. എന്റെ ഉപ്പാന്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഉണ്ടെന്നാ പറയുന്നത്. ഞാൻ ആനനെ കാണുമ്പോ അതിന്റെ മേലെ കയറണം എന്നാണ് ആഗ്രഹം. പക്ഷെ ഇപ്പൊ അതെ അതെ എന്ത് എതിർത്താലും അവര് നേർച്ചപ്പാടത്ത് എന്തായാലും ഉണ്ടാവും അല്ലെ. എന്തായാലും കുട്ടികളും മക്കളായിട്ടൊക്കെ അവിടെ വന്ന് നല്ലൊരു എൻജോയ് ചെയ്ത് റൈഡിൽ കയറി അല്ലെ. അതെ അതെ, ഒരുപാട് ബിസിനസ്സും അവിടെ നടക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഒരുപാട് കച്ചവടക്കാരൊക്കെ, പാവങ്ങൾ, ഒരുപാട് ആളുകൾ അല്ലെ കച്ചവടമൊക്കെ ചെയ്ത് കാലം മുതലേ കല്ലിങ്ങൽ നേർച്ച കാണാൻ വരുമ്പോ എന്നും കേൾക്കുന്ന അനൗൺസ്മെന്റ് ഉണ്ട്. ഒരുപാട് കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പൊ ജലീല, എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്? ഞാന് എന്റെ അറിവില് നോക്കുകയാണെങ്കിൽ ഒരു 25 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. 25 വർഷം അല്ലേ. നമ്മള് ചെറുപ്പം മുതലേ കല്ലിങ്ങൽ വരുമ്പോൾ ഭയങ്കര രസമുള്ള ഒരു സൗണ്ടാണ് അത്. കല്ലിങ്ങൽ നേർച്ച കാണാൻ എനിക്ക് ഭയങ്കര രസമാണ് അത്. നമുക്ക് ഈ കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് പറഞ്ഞൂടെ? തീർച്ചയായിട്ടും. മതസൗഹാർദ്ദത്തിന്റെയും മതമൈത്രിയുടെയും പ്രതീകമായി മാറിയ കോട്ട് കല്ലിങ്ങൽ കുഞ്ഞേൻ ഷഹീദ് ഉപ്പാപ്പയുടെ വലിയ നേർച്ച കാണുവാനെത്തിയിട്ടുള്ള ആബാലവൃദ്ധം ജനങ്ങൾക്കും നേർച്ച ആഘോഷ കമ്മിറ്റിയുടെ ഊഷ്മളമായ സ്വാഗതം അരുളുന്നുണ്ട്. അപ്പോ നിങ്ങൾ എല്ലാവരും വരിക. നമ്മുടെ തിരൂര് കല്ലിങ്ങൽ പ്രദേശത്താണ് ഈ സ്ഥലം. അപ്പോ എവിടുന്നും വരാം. ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. അതുകൂടാതെ മദീനൽ ദേശത്ത് നമ്മളൊരു വരവുണ്ട്. ഇവിടുന്ന് മാത്രമല്ല, നിരവധി വരവുകളാണ്. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ നിന്നും അടിപൊളി വരവുണ്ട്. കോൽക്കളിയും തെപ്പുമുട്ടും ചിങ്കാരിമേളം ബാൻഡ് മേളം ഒക്കെ കൂടെ ആയിട്ടുള്ള അടിപൊളി വരവുണ്ട്. അപ്പോ 4-ാം തീയതിയും 5-ാം തീയതി 5-ാം തീയതി നേരം വെളുക്കുന്നത് വരെ വരവാണ്. അപ്പൊ പൊളിച്ചടക്കാൻ നിങ്ങൾ വരിക, മറക്കണ്ട.